ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂട്രജീനയുടെ വിസിബിൾ റിപ്പയർ ഐ ക്രീമിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ന്യൂട്രജീന വിസിബിൾ റിപ്പയർ ഐ ക്രീം 15 ഗ്രാമിൻ്റെ പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൽ അവർ ഔട്ടർ പാക്കേജിങ്ങിൽ അവർ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റെറ്റിനോളാണ്, ആൻറ്റി ഓക്സിഡൻറ്റ്, കംഫോർട്ട് കോംപ്ലക്സ്. നമ്മുടെ ആ ഒരു ഐ ഏരിയാസിനെ നന്നായിട്ട് കംഫർട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഒരു പ്രത്യേകിച്ച് യാതൊരു ഇറിറ്റേഷൻസും ഉണ്ടാവില്ലെന്നാണ് അവരിതിൽ മെൻഷൻ ചെയ്യുന്നത്. ന്യൂട്രജീന വിസിബിൾ റിപ്പയർ ഐ ക്രീം വിസിബിളി റെഡ്യൂസ് ലൈൻസ് ആൻഡ് ഡാർക്ക് സർക്കിൾ ഇൻ 7 days. ഒരു 7 days അല്ലെ 7 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സർക്കിൾസും ഫൈൻ ലൈൻസൊക്കെ ആ ഒരു ലൈൻസൊക്കെ റിമൂവ് ചെയ്യുന്ന അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദിസ് ടാർഗറ്റഡ് ഐ ക്രീം ഇസ് പ്രൂവൻ ടു റെഡ്യൂസ് വിസിബിൾ സൈൻ ഓഫ് സ്കിൻ ഏജിങ് ആൻഡ് ഡാമേജ് കോസ്ഡ് ബൈ എൻവയോൺമെൻറ്റൽ അഗ്രസസ്. അതായത് ഇതിൽ അവർ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ക്രീം എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഏജ് ആകുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വിസിബിൾ സൈൻസും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ആ ഒരു സ്കിൻ ഡാമേജസ് ഒക്കെയാണ് ഇതിലവർ റിപ്പയർ എന്ന് പറയുന്നത്. അത് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, നമ്മുടെ ഈ സ്കിന്നിലുണ്ടാവുന്ന ഈ ഡാർക്ക് സർക്കിളിന് ഒരുപാട് കാരണങ്ങൾ കാണും. ഇപ്പം ഈവൻ നമ്മൾ 2 ദിവസം ഒന്ന് ഉറങ്ങാതെ അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് ഈ നമ്മൾ ഡിവൈസിൽ കളിക്കുക അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് നമുക്ക് ആ ഒരു ഉറക്കം കിട്ടാതെ വരികയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ അണ്ടർ ഐ ഏരിയാസൊക്കെ നന്നായിട്ട് ഒരു കളർ വ്യത്യാസത്തിൽ, അതുപോലെ ജസ്റ്റ് ഇങ്ങനെ വീങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം. നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ എത്ര പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ എക്സ്ട്രീമായിട്ട് നമ്മൾ മൊബൈൽ കളിക്കുക, അങ്ങനെ വരുമ്പോഴും അങ്ങനെയുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ കണ്ണാടിയൊക്കെ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾ വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. കാരണം എപ്പോഴും സ്പെക്സ് ഇപ്പോൾ ഒരു 1 year ആയിട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഏരിയാസിൽ ഡാർക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻറ്റേർണലായിട്ടുള്ള ഹോർമോൺ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും, പിന്നെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഡാർക്ക് സർക്കിൾ വരും. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും ഇപ്പോൾ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേർണൽ ഇഷ്യൂസ് കൊണ്ടുണ്ടാവുന്ന ഡാർക്ക് സർക്കിളൊന്നും ഇതെന്നല്ല, ഇപ്പോൾ നമ്മൾ ഏതൊരു ഐ ക്രീം യൂസ് ചെയ്താലും അങ്ങനത്തെ ഒരു പ്രോബ്ലം മാറില്ല. അല്ല നമ്മളിങ്ങനെ ഇപ്പോൾ ഡാർക്ക് സർക്കിൾ പിഗ്മെൻറ്റേഷൻ്റെ റിലേറ്റഡ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ പ്രശ്നമായിട്ടൊക്കെയാണ് സ്കിന്നിന് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അണ്ടർ ഐയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അത് മാറ്റാൻ പറ്റുമെന്ന് ഇതിലവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, വിസിബിൾ റെഡ്യൂസ് ഫൈൻ ലൈൻ റിങ്കിൾസ് ഇൻ 7 days. ആ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസും 7 ദിവസം കൊണ്ട് തന്നെ മാറ്റുമെന്ന് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ഡാർക്ക് സർക്കിൾ ഇൻ 7 days. 7 ദിവസം കൊണ്ട് തന്നെ ഡാർക്ക് സർക്കിൾ റിമൂവ് ചെയ്യുമെന്നും അവരിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബൂട്ട്സ് ആൻഡ് പ്രൊട്ടക്ട് കൊളാജൻ ഐ ഫീൽ ഹൈഡ്രേറ്റ് ആൻഡ് ലുക്സ് മോർ റേഡിയൻറ്റ്, ഇംപ്രൂവ് സ്കിൻ 5 minutes. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കൊളാജനെ ബൂസ്റ്റ് ചെയ്യുന്നതെന്നും അങ്ങനെ നമ്മുടെ ഐ ഏരിയാസിന് കുറച്ചുകൂടെ ഒന്ന് ഒരു ഫീൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും അല്ലെങ്കിൽ ആ ഒരു സ്കിന്നൊന്ന് റേഡിയൻ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് ഇതിലവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ, ആഫ്റ്റർ ക്ലെൻസിങ് ജെൻറ്റിൽ ഡാബ് എ സ്മോൾ എമൗണ്ട് അറൗണ്ട് ദി എൻറ്റയർ ഐ ഏരിയാസ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഒരു എമൗണ്ട് നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു അണ്ടർ ഐ ഏരിയാസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പാറ്റിങ് ജെൻറ്റലി ആൻഡ് പ്രോഡക്റ്റ് അബ്സോർബ് ഇൻ ടു സ്കിൻ. നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. യൂസ് എ ബ്രോഡ് സ്പെക്ട്രം SPF സൺസ്ക്രീൻ ഓർ ഹെയർ ഇൻ ഡേ. നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം സൺലൈറ്റ് അവോയ്ഡ് ചെയ്യാൻ ഇതിലവർ മെൻഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ SPF 30 എങ്കിലും ഉള്ള ഒരു സൺസ്ക്രീൻ മാക്സിമം എന്ന് പറയുന്നത് 30 എങ്കിലും വേണം. അല്ലെങ്കിൽ SPF സാധാരണ SPF നമുക്കിത് യൂസ് ചെയ്യാം. മിനിമം ഒരു 30 SPF ഉള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാൻ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലും കുറച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസും ആഡഡ് ആണ്. പിന്നെ ഇതിൽ വാർണിംഗ് ആൻഡ് പ്രിക്കോഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വാർണിംഗ് ആൻഡ് പ്രിക്കോഷൻസ് നമ്മൾ ഇപ്പോൾ ഇതല്ല ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ വാർണിംഗ് ആൻഡ് പ്രിക്കോഷൻസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യണം. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫോൾട്ടോ സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിൽ വാർണിംഗ് ആൻഡ് പ്രിക്കോഷൻസിൽ കൊടുത്തിരിക്കുന്നത് ഫോറസ്റ്റോണ യൂസ് ഓൺലി. നമുക്കറിയാം പുറത്ത് യൂസിന് മാത്രമാണ്, അത് നമ്മൾ അണ്ടർ ഐയിൽ മാത്രം യൂസ് ചെയ്യാമെന്നുള്ളൊരു ക്രീമാണിത്. ഡു നോട്ട് യൂസ് ആൻഡ് ഡാമേജ് ഓർ ബ്രോക്കൺ സ്കിൻ. നമ്മൾ ഒരിക്കലും ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ് പറ്റിയ ഒരു സ്കിന്നിൽ നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല.
ഇപ്പം അതങ്ങനെ എടുത്ത് പറയാം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രിക്കോഷൻ വായിച്ചെന്ന് കാണുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് പേരും എന്തെങ്കിലുമൊക്കെ ഹൈലി സ്റ്റിറോയിഡ് ആയിട്ടുള്ള ക്രീംസൊക്കെ ഫേസിലും അല്ലെങ്കിൽ അണ്ടർ ഐ ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കണ്ണങ്ങ് ഡാമേജ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയാസ് അങ്ങ് സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്കറിയാം നമ്മുടെ ഈ നോസിൻ്റെയും വായിൻ്റെയും ഈ കണ്ണിൻ്റെയൊക്കെ ആ ഏരിയ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതുപോലത്തെ ബ്രോക്കൺ ഏരിയാസിൽ സ്കിന്നിലൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ ആ ഡാമേജസ് ക്യൂർ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. Any experience with redness, a warm, tightness sensation, tingling sensation or flaking? These are normal temporary indication the formula is working. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു റെഡ്നെസ് ഫീൽ ചെയ്യുകയോ ഒരു ചെറിയ ചൂട് വാം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിംഗ്ലിങ് സെൻസേഷനോ അങ്ങനെ എന്തെങ്കിലും അതുപോലെ ഫ്ലക്കിങ് അല്ലെങ്കിൽ എക്സ്പോലിയേഷൻ, സ്കിൻ എക്സ്പോലിയേഷൻ പോലെ എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടെങ്കിൽ ദീസ് ആർ നോർമൽ. അത് നോർമലാണ്. ടെമ്പററി ഇൻഡിക്കേഷൻ ദ ഫോർമുല ഈസ് വർക്കിംഗ്. അതായത് ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് ഇതിനൊരു അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ആ ഒരു ഫീലിങ്സ് നമുക്ക് തോന്നുന്നതാണ് ഇതിലവർ മെൻഷൻ ചെയ്യുന്നത്. The effects persist or cause discomfort. Limit use on every other day until your skin adjusts, then revert to daily use. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെറിയ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫേർട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രീമിൻ്റെ യൂസേജ് ലിമിറ്റ് ചെയ്യുക. ഒരു ദിവസം നമ്മൾ അപ്ലൈ ചെയ്യുക, പിറ്റേ ദിവസം ഗ്യാപ്പ് ഇടുക, അതിൻ്റെ മൂന്നാമത്തെ ദിവസം വീണ്ടും അപ്ലൈ ചെയ്ത് സ്കിന്നൊന്ന് അഡ്ജസ്റ്റായി വരുന്നവരെ, ആ ഒരു ഇറിറ്റേഷൻ മാറി വരുന്നവരെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ഇതിലവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും ഇതിലവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.